എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിസമ്മ ഫ്രം കണ്ണൂർ. സ്ട്രെസ് മാനേജ്മെന്റ് ആണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. എന്താണ് സ്ട്രെസ്? സ്ട്രെസ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാനുള്ള വഴികൾ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ തിരക്ക് പിടിച്ച ജീവിതയാത്രയില് നാം ഒക്കെ അനുഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ് സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം. നമുക്കൊക്കെ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടാറുണ്ട്, ഇല്ലേ? മാനസിക പിരിമുറുക്കം അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് യാതൊരു ടെൻഷനുമില്ല, എനിക്ക് യാതൊരു സ്ട്രെസ്സുമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ പോലും അവർക്ക് പോലും ചില സാഹചര്യത്തിൽ അവരും സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ എന്താണ് ഈ സ്ട്രെസ്? ഒരു വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിനും പെട്ടെന്ന് ഒരു കാര്യത്തോട് പ്രതികരിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന മാനസിക അവസ്ഥയാണ് നാം സ്ട്രെസ് എന്ന് പറയുന്നത്. ചില സംഘർഷം നിറഞ്ഞ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ കാര്യത്തെ നാം ഫേസ് ചെയ്യുമ്പോഴും ഇത്തരമൊരു മാനസിക അവസ്ഥ നമ്മിൽ രൂപപ്പെടാറുണ്ട്. എന്തൊക്കെയായിരിക്കാം ഈ സ്ട്രെസ്സിന്റെ കാരണങ്ങൾ? നമുക്കറിയാം, സ്ട്രെസ് പ്രധാനമായിട്ടും രൂപപ്പെടുന്നത് അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ മാനസിക ചിന്തകൾ തന്നെയാണ്. കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് ദുഃഖിക്കുക, വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്ട്രെസ് കൊണ്ടുവരുന്നു. ഉദാഹരണത്തിന്, നമുക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വേദനകൾ ഉണ്ടായി, അല്ലെങ്കിൽ നമ്മളൊരു മുഴകൾ കാണപ്പെട്ടു എന്ന് വിചാരിച്ചോ. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, എന്താണ് ഈ മുഴകൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നത്? ഈ വേദനകൾ എന്തെങ്കിലും മാരകമായ അസുഖത്തിന്റെ തുടക്കമാണോ? ഇതിന് ചികിത്സിക്കണ്ടേ? ചികിത്സിക്കാൻ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളാവില്ലേ? ആരാണ് നോക്കാനുള്ളത് എന്നിങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് സ്ട്രെസ്സായിട്ട് മാറുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളും പല കാരണങ്ങളും നമ്മുടെ സ്ട്രെസ്സിന് വഴിതെളിക്കുന്നുണ്ട്. നമ്മുടെ ജോലി സ്ഥലത്തെ അമിതമായ സമ്മർദ്ദങ്ങള്, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകള്, വ്യക്തികൾ തമ്മിലുള്ള പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങള്, അതുപോലെ തന്നെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ സ്നേഹിച്ചവരൊക്കെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുക, അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾക്ക് സ്ട്രെസ് അനുഭവപ്പെടാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാണ് സ്ട്രെസ്? അപ്പോൾ പറഞ്ഞു, മക്കൾ ഒന്നും പഠിക്കുന്നില്ല, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവര് ഫോൺ എടുത്തു വെച്ച് നോക്കിയിരിക്കും, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കും. പഠിക്കാൻ പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ, കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോയാല് എങ്ങനെയാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുക, പരീക്ഷ എഴുതാൻ പാസ്സാകുമോ, പാസ്സായില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും എന്നിങ്ങനെ 100 കാര്യങ്ങൾ കൊണ്ട് ആ അമ്മ പറയുന്നത്, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഇനി അത് ഡിപ്രഷനിലേക്കൊക്കെ പോയി മറ്റെന്തെങ്കിലും ആകുമോ എന്നൊക്കെ ഞാൻ ഭയക്കുന്നു എന്ന്. നമുക്കറിയാം, സ്ട്രെസ് 2 തരത്തിലുണ്ട്, പോസിറ്റീവ് സ്ട്രെസ്സും നെഗറ്റീവ് സ്ട്രെസ്സും. പോസിറ്റീവ് സ്ട്രെസ്സിനെ നമ്മൾ യൂസ്ട്രെസ് എന്ന് പറയുന്നു, നെഗറ്റീവ് സ്ട്രെസ്സിനെ നമ്മൾ ഡിസ്ട്രെസ് എന്ന് പറയുന്നു. നമ്മൾ ഒരു തിരക്ക് പിടിച്ച റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് നമ്മുടെ വല്ലാത്തൊരു മാനസികാവസ്ഥ, ഒരു സ്ട്രെസ് നമ്മളിൽ രൂപപ്പെടുന്നുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഒരുക്കുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സ്ട്രെസ്സാണത്. ആ സ്ട്രെസ് പോസിറ്റീവ് സ്ട്രെസ് അല്ലേ? റോഡ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ആ സ്ട്രെസ് നീങ്ങുന്നു. ഇത്തരം സ്ട്രെസ്സുകൾ പോസിറ്റീവ് സ്ട്രെസ് ആണ്. എന്താണ് നെഗറ്റീവ് സ്ട്രെസ്?
സ്ട്രെസ് ഉണ്ടായാൽ അത് മണിക്കൂറുകളോളം ദിവസങ്ങളോളം നമ്മുടെ കൂടെ ഇങ്ങനെ നിലനിന്നുകൊണ്ട് നമ്മളുടെ ഒരു ദിവസത്തെ പ്രവർത്തനത്തെ ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളെ ഒരു പ്രത്യേക മാനസിക ശാരീരിക അവസ്ഥയിലേക്ക് നയിക്കുന്ന സ്ട്രെസ്സാണ് നെഗറ്റീവ് സ്ട്രെസ്. അഖില്, അക്ഷയ് എന്ന 2 വിദ്യാർത്ഥികള് അവർക്ക് പരീക്ഷയുടെ പേപ്പർ അധ്യാപകൻ കൊടുത്തപ്പോൾ 2 വിദ്യാർത്ഥികൾക്കും വളരെ മാർക്ക് കുറവാണ്. അധ്യാപകൻ അവരെ ഒരുപാട് ശകാരിച്ചു. അവരോട് പറഞ്ഞു, നിർത്തി പോകുകയാണ് നിങ്ങൾക്കും സ്കൂളിനും നല്ലതെന്ന്. ഇതൊക്കെ മറ്റു കൂട്ടുകാരുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മുന്നേ വെച്ച് അവര് ശകാരിച്ചപ്പോൾ അല്ലെങ്കിൽ അവരോട് പറഞ്ഞപ്പോൾ അവർക്കത് മാനസികമായ ടെൻഷനായി മാറി, സ്ട്രെസ്സായി മാറി. 2 വിദ്യാർത്ഥികളും വീട്ടിലേക്ക് വന്നു. അക്ഷയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്ട്രെസ് അകറ്റുന്നതിന് വേണ്ടി അവൻ ഇഷ്ടമുള്ള കാര്യം, ഏറ്റവും ഇഷ്ടം പാട്ട് കേൾക്കുകയാണ്. 1-2 പാട്ടൊക്കെ വെച്ച് കേട്ടു. പക്ഷെ സ്ട്രെസ് മനസ്സിൽ നിന്ന് അങ്ങ് പൂർണ്ണമായി മാറുന്നില്ല. സൈക്കിളൊക്കെ എടുത്ത് പുറത്തേക്ക് പോയി ഒന്ന് ചുറ്റിക്കറങ്ങി സുഹൃത്തുക്കളെ കണ്ട് കുറച്ചു നേരം അവരോട് ഒത്ത് കളിച്ച് തിരിച്ചു വന്നു. പിന്നീട് അവൻ ഭക്ഷണം കഴിച്ച് ഹോംവർക്ക് ചെയ്ത് പഠിച്ച് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. പക്ഷെ അഖിലിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വന്നപ്പോൾ ആകെ അസ്വസ്ഥതയായി. അമ്മ കൊടുത്ത ചായ കുടിക്കാൻ പറ്റുന്നില്ല, പുറത്തേക്ക് പോകണമെന്നുണ്ട്, അത് പറ്റുന്നില്ല, കൂട്ടുകാരെ വിളിക്കണമെന്നുണ്ട്, അതൊന്നും സാധിക്കുന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചിത്രം വരയ്ക്കുകയാണ്. ചിത്രം വരയ്ക്കാൻ വേണ്ടി എല്ലാ മെറ്റീരിയൽസും എടുത്തു വെച്ചു. പക്ഷെ അവന് ചിത്രം വരയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല. ആകെ സ്ട്രെസ്സായി. ഹോംവർക്ക് ചെയ്യാതെ പഠിക്കാതെ ആ കുട്ടി കിടന്നുറങ്ങി. അന്നത്തെ ദിവസം സ്ട്രെസ്സോട് കൂടി തന്നെ കിടന്നുറങ്ങി. ഇവിടെ സ്ട്രെസ് വരിക എന്നുള്ളത്, സ്ട്രെസ് ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാകാം. പക്ഷെ ആ സ്ട്രെസ്സിനോട് നമ്മൾ സ്വീകരിക്കുന്ന ആറ്റിറ്റ്യൂഡ്, അതാണ് നമ്മുടെ സ്ട്രെസ്സിനെ നെഗറ്റീവ് ആക്കുന്നത്, പോസിറ്റീവ് ആക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ട്രെസ്സിനെ, അതിന്റെ ഇന്റൻസിറ്റിയെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാനസിക അവസ്ഥകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി നമുക്ക് നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ നിലവിൽ നിൽക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതുപോലെ തോന്നുന്നു. അതുപോലെ തന്നെ സ്വയം ഒന്ന് ആശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു. ഉറക്കമില്ലായ്മ, ഒരു ഹൃദയമിടിപ്പ് കൂടുക, ഭക്ഷണത്തിനോട് താല്പര്യമില്ലാതെ വരിക, മറ്റുള്ളവരോട് സംസാരിക്കാനോ മിങ്കിള് ചെയ്യാനോ ഒന്നും സാധിക്കാതെ വരികയൊക്കെ ചെയ്യുന്നത് സ്ട്രെസ് ഉള്ളവരുടെ ലക്ഷണമാണ്, അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ളപ്പോൾ നാം അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളാണ്. ഇനി ഈ സ്ട്രെസ് ഒരു ചെയിൻ പോലെ വരാറുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു പോകുന്ന സ്ട്രെസ് ഉണ്ട്. അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സ്ട്രെസ് ഉണ്ട്. ഞാനൊരു കഥ പറയാം. ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരന് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മാനേജർ ഒരു ഫയൽ എടുത്തുകൊണ്ട് വരാൻ ആവശ്യപ്പെടുന്നു. ഇദ്ദേഹം ഫയൽ കൊണ്ടു കൊടുക്കാൻ ഇത്തിരി ലേറ്റ് ആയപ്പോൾ ഈ മാനേജർക്ക് വല്ലാതെ ദേഷ്യം വന്നു. അദ്ദേഹം ഈ മനുഷ്യനെ വല്ലാതെ ചീത്ത പറഞ്ഞു ശകാരിച്ചു. ഒരുപാട് ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ ചെറുപ്പക്കാരന് അത് വലിയ സ്ട്രെസ്സായി മാറി. അദ്ദേഹത്തിന് അന്നത്തെ ദിവസം ജോലികളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ സ്ട്രെസ്സോട് കൂടി അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ചൂട് ചായ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. എന്നും ഭാര്യ ചായ കൊടുക്കും, വളരെ സ്നേഹത്തോടെ അദ്ദേഹം അത് സ്വീകരിക്കും. പക്ഷെ അന്ന് ചായ കൊടുത്തപ്പോൾ സ്ട്രെസ്സിലുണ്ടായിരുന്ന ഈ മനുഷ്യൻ ആ ചായ ഗ്ലാസ് തട്ടി മാറ്റി പറഞ്ഞു, നീ തന്നെ കൊണ്ട് കുടിച്ചോ എന്ന് പറഞ്ഞു. ചായക്കപ്പ് താഴെ പോയി, ചായയും താഴെ പോയി. ഭർത്താവിന്റെ സ്വഭാവത്തില് മാറ്റം കണ്ട ഭാര്യയ്ക്കും സ്ട്രെസ്സായി. ചായക്കപ്പ് തട്ടിമറിച്ചു, ദേഷ്യപ്പെട്ടു. ആ ഒരു ചിന്ത ആ ഭാര്യയെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അടുക്കളയിലൂടെ ആ പണിയൊക്കെ ചെയ്തുകൊണ്ട് നടന്നപ്പോൾ 10ാം ക്ലാസ്സുകാരിയായ മകൾ ഓടി വന്ന് പറഞ്ഞു, അമ്മേ എനിക്കൊരു ഹോംവർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിലേക്ക് ബുക്ക് കൊടുത്തു. സ്ട്രെസ് ഉണ്ടായിരുന്ന, ടെൻഷൻ ഉണ്ടായിരുന്ന, ദേഷ്യം ഉണ്ടായിരുന്ന ഈ അമ്മ ബുക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ അച്ഛനോട് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു, എനിക്ക് സമയമില്ല. ഈ കുട്ടിയിലും വല്ലാതെ സ്ട്രെസ്സായി. അമ്മയുടെ ഈ പെട്ടെന്നുള്ള ഒരു മാറ്റത്തില് കുട്ടിക്കാകെ വിഷമമായി. ദേഷ്യത്തോടു കൂടി ഈ കുട്ടി സെറ്റിയിൽ പോയി ഇരിക്കുമ്പോൾ
വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചക്കുട്ടി ഈ മോളുടെ കാലിന്റെ ചുറ്റി കളിച്ചുകൊണ്ടിരുന്നു. സ്ട്രെസ് അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ മോള് പെട്ടെന്ന് ബോധമനസ്സോടുകൂടി ചെയ്തതല്ല, പെട്ടെന്ന് ആ പൂച്ചയെ ഒരൊറ്റ തൊഴി കൊടുത്തു. പൂച്ചയുടെ തല ഭിത്തിയിലിടിച്ചു. പൂച്ച താഴേക്ക് വീണു, ചത്തുപോയി. ഓമനിച്ച് വളർത്തിയ ആ പൂച്ച ചത്തുപോയി എന്ന് കണ്ടപ്പോൾ ആ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര അസ്വസ്ഥതയായി, സ്ട്രെസ്സായി. പിന്നീട് അവിടെ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ഒരു സാഹചര്യം ഒരുങ്ങുകയുണ്ടായി. ഇത്രയും വ്യക്തികളില് ആരെങ്കിലും ഒരാള് ആ സ്ട്രെസ് നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ, ആർക്കെങ്കിലും അതൊന്ന് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ അവരുടെ ഓമനിച്ച് വളർത്തുന്ന പൂച്ച അവരുടെ വീട്ടില് അവശേഷിക്കുമായിരുന്നു. സ്ട്രെസ് ഉണ്ടാകുക സ്വാഭാവികമാണ്, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ ആ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അത് ശാരീരിക മാനസിക അസ്വസ്ഥതകൾക്ക് അത് കാരണമായി മാറും. നമ്മുടെ ജീവിതത്തെ തന്നെ അത് തകിടം മറിക്കുന്നതിന് കാരണമായി മാറും. ഇനി ഈ സ്ട്രെസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഫലപ്രദമായ ഒരു മെത്തേഡാണ്. നമ്മൾ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴൊക്കെ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ നമ്മൾ ചെയ്യുക എന്നത് വളരെ ഫലപ്രദമാണ്. നമ്മൾ ഡീപ്പായി ബ്രീത്ത് ചെയ്യുക, ഒരു 5-6 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് സാവധാനം നമ്മളത് മൂക്കിലൂടെ പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ സ്ട്രെസ്സിന്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ തിരക്കുകളും, നമുക്കറിയാം ഒരുപാട് തിരക്കുള്ള വ്യക്തികളാണ് ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിന്ന് ഏർലി മോർണിംഗിൽ നമ്മൾ ചെയ്യാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. നമ്മൾ ഒരു 10 മിനിറ്റെങ്കിലും ഏകാഗ്രതയോടുകൂടി എല്ലാ ചിന്തകളും വിട്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്തു പോകുന്നുവെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ഉള്ളിന്റെ ഉള്ളില് ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്ട്രെസ്സിന്റെ അളവിനെ കുറയ്ക്കുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊക്കെ വിചാരിക്കും എന്തിനാണ് എക്സർസൈസ് ചെയ്യുന്നത്? അമിതമായ വണ്ണമില്ലല്ലോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇല്ലല്ലോ, ഷുഗറും പ്രഷറും ഒന്നും ഇല്ലല്ലോ. പക്ഷെ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻസ് എന്ന ഹോർമോണിന്റെ ഉൽപാദനം വർദ്ധിക്കുകയും അത് നമ്മുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഓടുന്നത്, ചാടുന്നത്, ഡാൻസ് ചെയ്യുന്നത്, കളിക്കുന്നത് ഒക്കെ എക്സർസൈസിന്റെ ഭാഗമാണ്. ദിവസം ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ എക്സർസൈസ് ചെയ്യാൻ സാധിച്ചെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ എനർജി വർദ്ധിക്കുന്നതിനും നമ്മുടെ സ്ട്രെസ്സിനെ ഒരു പരിധിവരെ ഇല്ലാതെ മാറ്റിയെടുക്കുന്നതിനും നമുക്ക് സാധിക്കും. മറ്റൊരു മെത്തേഡ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ദൈവത്തോട് അല്ലെങ്കിൽ നമുക്ക് പ്രപഞ്ചം ഒരുപാട് നന്മകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ തന്നിട്ടുണ്ട്. ആ സന്തോഷങ്ങളെയൊക്കെ ഓർത്ത് ഒരു ദിവസവും ഒരു 5 നന്മകൾ ഓർത്ത്, സന്തോഷങ്ങൾ ഓർത്ത് ദൈവത്തോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടെൻഷനെ അല്ലെങ്കിൽ സ്ട്രെസ്സിനെ മാറ്റിയെടുക്കുന്നതിന് നമുക്ക് സാധിക്കും. പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവരുന്നതിന്, നെഗറ്റീവ്സിനെ ഒഴിവാക്കുന്നതിന് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫലപ്രദമായ ഒരു മാർഗമാണ്. മറ്റൊന്ന്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലർക്ക് പാട്ട് കേൾക്കുന്നതിന് ഇഷ്ടമുണ്ടാവാം, ചിലർക്ക് വരയ്ക്കാൻ ഇഷ്ടമുണ്ടാവാം, മറ്റു ചിലർക്ക് ഗാർഡനിങ്ങിനോട് ഇഷ്ടമുണ്ടാവാം, മറ്റു ചിലർക്ക് കളിക്കാൻ ഇഷ്ടമുണ്ടാകാം. നമുക്ക് സ്ട്രെസ് വരുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് എന്താണോ ഇഷ്ടം ആ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് ഏറെക്കുറെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ പാട്ട് കേൾക്കുക. പാട്ട് കേൾക്കുന്നത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ഒരു നല്ല മാർഗമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാട്ട് കേൾക്കുക, നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നു. അതുപോലെ കോമഡി ഷോ കാണുമ്പോൾ നമ്മൾ വല്ലാതെ ചിരിച്ചു പോകും അല്ലെ? ചിരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഈ സന്തോഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോടൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി മറ്റൊരു മാർഗമാണ്.
നമുക്കൊരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തെ നമ്മൾ വിളിച്ചും നമ്മൾ കുറെ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരം, നമ്മുടെ ആ ഒരു സ്ട്രെസ്സിന്റെ ലെവല് താഴുന്നതിന് കാരണമായി മാറും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ഈ സ്റ്റെപ്പുകളൊക്കെ, ഈ മെത്തേഡുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രായോഗികമാക്കുമ്പോൾ സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാകുകയും അല്ലെങ്കിൽ സ്ട്രെസ് കുറച്ചുകൊണ്ട് ജീവിതത്തെ ഹാപ്പിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതം സന്തോഷമായി മാറട്ടെ, ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സൊക്കെ നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.